ആദ്യം ഉള്ളി ഇതേപോലെ മുറിച്ചിട്ട് വഴറ്റണം. അതിലേക്ക് തക്കാളി ഇടണം. ഇതേപോലെ തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. പൊട്ടാറ്റോ ഇഷ്ടമില്ലാത്ത ആളുകൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അതേപോലെ പച്ചമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചിട്ടാണ് ഇടേണ്ടത് ഇതിലേക്ക്. അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് വേണം ഇടാൻ. അതിലേക്ക് മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി നിങ്ങൾക്ക് എത്രത്തോളം സ്പൈസി ആയിട്ട് വേണം അത്രത്തോളം ഇടാം. പിന്നെ മുളക് കുറച്ച്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടിയല്ല ഇടുന്നത്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് മസാലയും ഇതിലിടാൻ പറ്റും. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ലാസ്റ്റ് കുറച്ച് അത് വേവാൻ വേണ്ടി മാത്രം ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 2-3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആവും. അത് ആയതിന് ശേഷം നമുക്ക് എരിവ് കൂടുതൽ വേണ്ടാക്കും നല്ല കൂടുതലായിട്ട് കുരുമുളക് ചേർക്കാം. അതേപോലെ മല്ലിയില